ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 15 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ നടക്കുന്നത് ഗ്യാസും ഗോക്കുവും ടെലിപ്പോർട്ടായി മറ്റൊരു സ്ഥലത്ത് എത്തുന്നു. സത്യം പറഞ്ഞാൽ ഗോക്കുവിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയി ടെലിപ്പോർട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഫോളോ ചെയ്ത് നമ്മുടെ ഗ്യാസും. അങ്ങനെ ഇതേ സമയം സീരിയൽ പ്ലാനറ്റിൽ നമ്മുടെ മൊണേറ്റോ ഗ്രനോളയെ ഹീൽ ചെയ്യുന്നു. ഇതേ സമയമായിരിക്കും എലക്ക് ഗ്യാസ് എവിടെയാണ് പോയത് എന്ന് അവരുടെ ടീമിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് വെജീറ്റ ഇവർ ടെലിപ്പോർട്ട് ചെയ്ത് ഓരോ പ്ലാനറ്റിലേക്ക് മാറി മാറി പോകുന്നത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഗോക്കു ടെലിപ്പോർട്ട് ചെയ്ത് അവസാനം ഗാലക്റ്റിക് പെട്രോൾ പ്രിസണിൽ എത്തുന്നു. മോറോവാർക്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് ഗാലക്റ്റിക് പെട്രോൾ പ്രിസൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള കുറ്റവാളികളൊക്കെ ഇത് നമ്മുടെ എലക്കിന്റെ അനിയനല്ലേ ഗ്യാസ്. അപ്പോഴാണ് അവിടെയുള്ള ഒരുത്തൻ, നീ ആ ഹീറ്റേഴ്സിലുള്ള ഒരുത്തനല്ലേ, ഗോകു നമ്മുടെ എനിമിയാണ്, എന്നെ തുറന്നു വിട്ട് നമുക്ക് അവനെ ഒരുമിച്ച് ഡിഫീറ്റ് ചെയ്യാമെന്നൊക്കെ ആ പ്രിസണിലുള്ള ആൾക്കാർ പറയുന്നു. ഈ സമയം ഗ്യാസ് പറയും, ഞാനാണ് ഈ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റർ, നിങ്ങളുടെ ആവശ്യമൊന്നും എനിക്കില്ല എന്നും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ എലക്ക് ഗ്യാസ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് ഇപ്പോൾ ഗാലക്റ്റിക് പെട്രോളിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഗ്യാസും ഗോക്കും മറ്റൊരു സ്ഥലത്ത് ടെലിപ്പോർട്ടായി പോകുന്നു. അപ്പോൾ തന്നെ ഗോക്കു പറയും, നീ എന്തിനാണ് എലക്ക് പറയുന്നതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്, സ്വന്തമായി തീരുമാനമെടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നു. ഗ്യാസ് പറയും, എനിക്കെല്ലാം ചെയ്തു തന്നത് എലക്കാണ്, അവന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യുമെന്നും എലക്ക് പറയുന്നു. അങ്ങനെ ഇതേ സമയം എലക്കിനെ പിന്നെയും കാണിക്കുന്നു. ഗ്യാസ് ഇപ്പോൾ ഒരുപാട് ദൂരെയാണ് ഉള്ളത്, ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നു. അങ്ങനെ ടെലിപ്പോർട്ട് ചെയ്ത് അവസാനം ഒരു പ്ലാനറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ വിസ് ആ പ്ലാനറ്റിൽ ഉണ്ടാകും. ഒരു ഒട്ടകത്തിന്റെ മുകളിൽ സവാരി ചെയ്യുന്നത് പോലെ അവിടെയുള്ള ഒരു ജീവിയുടെ മുകളിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ തന്നെ വിസ് ഗോകുവിനെ കണ്ടു, ഗോകു നീ എന്താ ഇവിടെ? അപ്പോഴേക്കും ഗ്യാസിന് ഇതാരാണെന്ന് മനസ്സിലാകില്ല. അപ്പോഴേക്കും ഗോകു പറയും, ഇതെന്റെ മാസ്റ്റർ ആണ്, ഈ യൂണിവേഴ്സിലെ ഏഞ്ചൽ വിസ്. അപ്പോഴേക്കും ഗോകു, ഞാനിവിടെ ഇവനെ വിട്ടിട്ട് പോകുന്നു എന്ന് വിസിനോട് പറഞ്ഞ് ഗോകു പെട്ടെന്ന് തന്നെ ടെലിപ്പോർട്ട് ചെയ്ത് സീരിയൽ പ്ലാനറ്റിലേക്ക് എത്തുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഗോകുവിന്റെ പ്ലാനാണ്. ഗോകു ടെലിപ്പോർട്ട് ചെയ്ത് സീരിയൽ പ്ലാനറ്റുമായി നല്ലൊരു ഡിസ്റ്റൻസിൽ ഗ്യാസിനെ ഒറ്റയ്ക്കാക്കി. ഇപ്പോൾ ഗ്യാസിന് ഗോകുവിന്റെ ഒരു എനർജി പോലും സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഗ്യാസിന്റെ കൂടെ വിസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ തന്നെ ഗ്യാസ് ഗോകുവിന്റെ എനർജി സെൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയമാണ് വിസ് ഗോകു ഇപ്പോൾ സീരിയൽ പ്ലാനറ്റിൽ എത്തി എന്ന് ഗ്യാസിനോട് പറയുന്നത്. അപ്പോൾ തന്നെ ഗ്യാസ് സീരിയൽ പ്ലാനറ്റ് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവിടേക്കുള്ള വഴിയും വിസ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഗ്യാസ് വളരെ സ്പീഡിൽ പറന്ന് സീരിയൽ പ്ലാനറ്റിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഓട്ട്മീൽ ചെറിയൊരു റോബോട്ട് പോലെയായി ഗ്രനോളയോ എടുത്ത് എല്ലാവരും ആ നാമക്കന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് ആ പെണ്ണ് എലക്കിനോട് പറയുന്നത്, അവർ രക്ഷപ്പെടുന്നു, എങ്ങനെയെങ്കിലും അവരെ തടയാം. എലക്ക് പറയും, ഇപ്പോൾ വേണ്ട, അവർ സയൻസ് ആണ്, നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, ഗ്യാസ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഗ്രനോളയും എല്ലാവരും സ്പേസ്ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗോകുവിന്റെ പോക്കറ്റിൽ നിന്നും ഹലോ ഗോകു എന്ന് പറയുന്നു. ഇതെങ്ങനെ ഗോകുവിന്റെ കയ്യിലെത്തിയെന്ന് നോക്കിയാൽ ഇവരുടെ ഫൈറ്റിനിടയിൽ ആരും കാണാതെ വിസ് എടുത്തു വച്ചതാണ്. ഗോകു പറയും, എന്തിനാണ് പെട്ടെന്ന് വിളിച്ചത് വിസ്? അപ്പോൾ വിസ് പറയും, ഗ്യാസ് ഒരു 20 മിനിറ്റിൽ അവിടെ എത്തും എന്ന് പറയുന്നു. ഇതുകേട്ട് മൊണേറ്റോ, ആ സമയം കൊണ്ട് എനിക്ക് ഗ്രനോളയെ ഹീൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ സമയം വിസ് ഗോകുവിനോട് പറയും, നീ അൾട്രാ ഇൻസ്റ്റിക്റ്റ് പെർഫെക്റ്റ് ആക്കിയോ? ഗോകു പറയും, ഇല്ല വിസ്, നമ്മൾ ഏഞ്ചൽസിന് ഇതൊക്കെ ഈസിയായി സാധിക്കും, എന്നാൽ നിനക്ക് അങ്ങനെ ആകണമെങ്കിൽ നീ തന്നെ അത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അപ്പോഴേക്കും മൊണേറ്റോയുടെ വീട്ടിലെത്തി മൊണേറ്റോ പറയും, ഇത് കണ്ടോ, ഇത് നിന്റെ ഫാദറിൻ്റെതാണ് എന്ന് പറഞ്ഞ് ബാർഡോക്കിന്റെ ആ ഒരു സ്കൗട്ടർ കാണിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഗോകുവും വെജിറ്റയും ഷോക്കാകുന്നു. ഇത് കണ്ടിട്ട് തന്നെ പല വർഷങ്ങളായി, ഇതിപ്പോൾ നിന്റേതാണെന്ന് പറഞ്ഞ് ഗോകുവിന് കൊടുക്കുന്നു. അപ്പോൾ തന്നെ വെജിറ്റ, ഞാൻ ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ അത് കേടായിട്ടുണ്ടാകും. അതുപോലെ എന്തായാലും മുമ്പ് നടന്ന ഡേറ്റാസ് ഒക്കെ ഇതിലുണ്ടാകും, ബുൾമയോട് ഇത് റിപ്പയർ ചെയ്യാൻ പറയാമെന്നും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ മൊണേറ്റോ പറയുന്നത്, 40 വർഷം മുമ്പ് നടന്ന ആ ഫൈറ്റിൽ ഗ്യാസ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നും പറയുന്നു. അപ്പോൾ തന്നെ ഓട്ട്മീൽ അവിടെ വന്ന് എന്തൊക്കെ ഡേറ്റാസ് ആണ് അതിലുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ ഈ സമയം ഗ്യാസ് സീരിയൽ പ്ലാനറ്റിലേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ ആ സ്കൗട്ടറിൽ നിന്നും ഓട്ട്മീൽ പ്ലേ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും ബാർഡോക്കിന്റെ വോയിസ് ഒക്കെ കേൾക്കാൻ തുടങ്ങും. ഞാൻ ഇപ്പോൾ ഗ്യാസിനെ അടിച്ചു, ഈ സമയം കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്, നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഇരിക്കണം എന്നൊക്കെ ബാർഡോക്ക് പറഞ്ഞ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ഓക്കെ, ഈ സമയത്താണ് നമ്മുടെ ഗോകു പണ്ട് ബാർഡോക്കിനെ അവസാനമായി കണ്ടതൊക്കെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.